ഇപ്പോൾ ഈ 13 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നല്ലോ. ശ്രീ പ്രഭാകരൻ പറയുന്നുണ്ടായിരുന്നു 13 കാര്യങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. ഇത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റഷ്യ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ തങ്ങൾക്ക് പിന്തുണ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കണ്ട് അഭ്യർത്ഥന നടത്തിയിരിക്കുന്ന ഘട്ടത്തിലാണ് അതിനുശേഷം പ്രധാനമന്ത്രിയെ വിളിച്ച് വ്ളാദിമിർ പുടിൻ ഇന്ത്യക്ക് പിന്തുണ അറിയിക്കുന്നു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ അല്പസമയം കഴിയുമ്പോഴേക്കും, അതായത് രാത്രി ഇന്ത്യൻ സമയം ഒരു 12 മണി 12:30 ആകുമ്പോഴേക്കും UN സെക്യൂരിറ്റി കൗൺസിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ പോവുകയാണ്. അത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരവുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടും അവിടെ പാകിസ്ഥാൻ ഇതെങ്ങനെയാണ് ഈ വെള്ളം ഇല്ലാത്തത് അവരെ ബാധിക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ അടക്കം പുറത്തു വരികയും ഒക്കെ ചെയ്തതാണ്. നമുക്കറിയാം അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. അവിടുത്തെ കർഷകരെ അതെങ്ങനെ ബാധിക്കും, പൊതുവേ സാമ്പത്തിക സ്ഥിതി എങ്ങനെ ബാധിക്കുമെന്നൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ആയിട്ട് പോലും ലോകരാഷ്ട്രങ്ങൾ നമുക്കെതിരെ ഒരു വാക്കുപോലും പറയുന്നത് നമ്മൾ കാണുന്നില്ല, പിന്തുണയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിലേറ്റവും ഒടുവിലത്തെ ഒരു ദൃഷ്ടാന്തമാണ് റഷ്യയുടേത്. അതായത് തുടക്കത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഈ സ്ട്രാറ്റജിക് യുദ്ധം എന്നുള്ളത്, വാർ എന്നുള്ളത് ഒരളവ് വരെ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണോ അതിനെ കാണേണ്ടത്? പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ പാർലമെന്റ് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇതൊരു യുദ്ധമാണ് എന്ന് തന്നെ പറയുകയാണ്. നേരത്തെ തന്നെ നമ്മൾ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതിലേക്ക് പോകുമ്പോൾ ജലയുദ്ധം എന്നവർ പറഞ്ഞിരുന്നു. രക്തമൊഴുകും, അണ്വായുധം പ്രയോഗിക്കും എന്നൊക്കെയുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അവിടുത്തെ പാർലമെന്റിൽ നിന്ന് വരുന്നതും അവരൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇതൊരു യുദ്ധമാണ് ഇന്ത്യ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു യുദ്ധമല്ല, പക്ഷേ അതൊരു സ്ട്രാറ്റജിക് വാർ എന്ന തരത്തിലേക്ക് നമ്മൾ വിജയം കണ്ടിട്ടുണ്ട് എന്ന് തന്നെ പറയണം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരെന്നും ഉത്തരവാദിത്തമില്ലാതെ അന്തർദേശീയ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രമാണ്. ഒരു പൊതുസമൂഹം ശക്തമല്ലാത്തൊരു രാജ്യത്ത്, ജനാധിപത്യം ഒട്ടും പുലരാത്ത രാജ്യത്ത്, പട്ടാള ഭരണവും മതഭ്രാന്തം ഒരുമിച്ച് കൊണ്ടുപോകുന്ന രാജ്യത്ത് അന്തർദേശീയ ബന്ധങ്ങൾ അവർ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത്? അവർക്ക് അങ്ങേയറ്റം ലോകത്ത് പ്രതീക്ഷിക്കാവുന്ന സഹായം ഒന്ന് ചൈനയുടേതാണ്. കാരണം ഏത് കാലാവസ്ഥയിലും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യം ചൈനയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ടർക്കിയുടെ ഒരു ഭാഗികമായ പിന്തുണയുണ്ട്. ഒരു പക്ഷേ പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ചിതറിപ്പോയ അസർബൈജാൻ്റെ പിന്തുണ ഉണ്ടാകുമെന്ന് സംശയിക്കപ്പെടുന്നു. അതേസമയം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൽ നിന്നോ ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിൽ നിന്നോ പാകിസ്ഥാൻ ഒരു പിന്തുണ ഇതുവരെ വന്നിട്ടില്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംശയമൊന്നുമില്ല, അന്തർദേശീയ ബന്ധങ്ങളിൽ നമ്മൾ എന്നും എല്ലാ രാജ്യങ്ങളുമായി സഹവർത്തിത്വത്തോടെയും സഹകരണത്തോടെയും അതോടൊപ്പം വികസിത രാജ്യമായി മാറാൻ ആഗ്രഹിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വാണിജ്യപരവും സാംസ്കാരികപരവും സാമ്പത്തികപരവുമായ എല്ലാ ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഇവിടെ ആഭ്യന്തര ജനാധിപത്യം ശക്തമാണ്, മീഡിയ ശക്തമാണ്, രാഷ്ട്രീയ പാർട്ടികൾ ശക്തമാണ്, പാർലമെൻറ്റ് ശക്തമാണ്. അപ്പോൾ ഇത്തരം പശ്ചാത്തലത്തിൽ പട്ടാളത്തിന് സിവിലിയൻ റൂളേഴ്സിൻ്റെ ഭരണകർത്താക്കളുടെ കമാൻഡ് സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. നമ്മൾ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ കഷ്ടിച്ച് 14 ദിവസമായി പഹൽഗാം കഴിഞ്ഞിട്ട്. ഈ സമയം കൊണ്ട് നമുക്ക് തയ്യാറെടുക്കാൻ വേണ്ടുവോളം സമയം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ നടത്തുന്ന പ്രസ്താവന, ഇപ്പോൾ റഷ്യയിലെ അംബാസഡർ പറഞ്ഞല്ലോ, പാകിസ്ഥാനിലെ റഷ്യൻ അംബാസഡർ പറഞ്ഞല്ലോ, ഞങ്ങൾ ആണവ ആയുധം ഉപയോഗിക്കുമെന്ന്. നമ്മളുടെ നിലപാടാകട്ടെ ആദ്യത്തെ ആണവ ആയുധം ഉപയോഗിക്കുന്ന രാജ്യമാവില്ല നമ്മൾ എന്നാണ്. നോ ഫസ്റ്റ് യൂസ്, ആ പ്രിൻസിപ്പിളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അർത്ഥം നമ്മൾ സമാധാനത്തിൽ പ്രതിരോധത്തിൽ തന്നെ നിൽക്കുമെന്നല്ല. നമ്മൾ അന്തർദേശീയ ബന്ധങ്ങളിൽ പാകിസ്ഥാനുമായിട്ട് പ്രത്യേകിച്ച് എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഡിറ്ററൻസ് ആണ്. ഡിറ്ററൻസ് എന്ന് പറയുന്നത് അന്തർദേശീയ ബന്ധങ്ങളിൽ ശക്തമായി തടയുക, ആ തടയലിനോടൊപ്പം ശിക്ഷണ നടപടിയും കൂടി ഉണ്ടാവുക. ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു പ്രക്രിയയാണ് ഡെറ്ററൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ വെറും ഒരു ഡിഫൻസ് അല്ല. അപ്പോൾ നമ്മൾ ഇത്തവണ നമുക്കിതിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ആത്മവീര്യം ചോരുന്ന ഒരു പ്രവൃത്തിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവരെ പാവപ്പെട്ട സാധാരണക്കാരായ ടൂറിസ്റ്റുകളെ സോഫ്റ്റ് ടാർഗറ്റ്സായി നിരായുധരായി നിരപരാധികളായി നിൽക്കുന്നവരെ ഒരുമിച്ച് തെളിച്ചു കൊണ്ടുപോയി അവരെ കൂട്ടത്തിൽ നിർത്തി വെടിവെച്ച് കൊല്ലുന്ന കിരാതമായ പ്രവൃത്തിക്ക് അന്തർദേശീയ സമൂഹം തന്നെ ഭാരതത്തിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് അന്തർദേശീയ പ്രഷറൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല.
ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു നോൺ പെർമനൻറ്റ് മെമ്പറായിട്ട് പാകിസ്ഥാൻ തുടരുന്നു. 1 വർഷം കൂടി അവർക്ക് ടേം ഉണ്ട്, അവരുടെ കാലാവധി 1 വർഷം കൂടിയുണ്ട്. പക്ഷേ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിതി എന്താണ്? ഐക്യരാഷ്ട്രസഭ ഇന്ന് തുലവും ദുർബലമാണ്. ട്രംപ് വന്നതിന് ശേഷമല്ല, അതിനു മുമ്പും അന്തർദേശീയ ബന്ധങ്ങളിൽ വളരെ ദുർബലപ്പെട്ടിരിക്കുന്നു. എത്രയോ യുദ്ധങ്ങൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നേരത്തെ റഷ്യ ക്രിമിയ ആക്രമിച്ചപ്പോൾ ഒന്നും ചെയ്തില്ല, ഉക്രൈൻ ചെയ്തപ്പോൾ ചെയ്തില്ല, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നത്തിൽ. പിന്നെ ട്രംപ് വന്നതിന് ശേഷം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ പിറകിൽ നിൽക്കുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് അതിൻ്റെ നേതൃത്വത്തിന് പ്രത്യേകിച്ചൊരു ശക്തിയില്ല, നിർഭാഗ്യവശാൽ. അതുകൊണ്ട് നമുക്ക് G20 പോലെയുള്ള അന്തർദേശീയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഈ അത്തരം ബ്രിക്സ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഉള്ളത് കൊണ്ട് നമുക്ക് പിന്തുണ ലോബി ചെയ്യാൻ ഒരു വിഷമവുമില്ല. നമ്മൾ ഓവർ കോൺഫിഡൻ്റ് അല്ല. പാകിസ്ഥാനെ പോലെ ഒരു ചതിയുള്ള രാജ്യം, ചതി പ്രയോഗം മാത്രം 47-ലെ യുദ്ധം മുതൽ ചതി മാത്രം കാണിക്കുന്ന ഒരു രാജ്യത്തെടുത്ത് നമ്മൾ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി നിൽക്കുക. അതിനുള്ള തയ്യാറെടുപ്പിനുള്ള സമയം നമുക്ക് കിട്ടി. നമ്മൾ പ്രിപ്പയർഡാണ്. മാത്രമല്ല, ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങളിൽ പാകിസ്ഥാൻ വളരെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ഇതല്ലാതെ താലിബാൻ പാകിസ്ഥാനും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. ഇതിനപ്പുറം സുരക്ഷിതത്വത്തിൽ പ്രശ്നമുണ്ട്. അതോടൊപ്പം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. പട്ടാളക്കാർ രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കാമെന്ന് നോക്കുന്നതല്ലാതെ അവർക്ക് രാജ്യത്തെ നന്നാക്കുന്ന ഒരു ലക്ഷണവും അവിടുത്തെ സാഹചര്യത്തിൽ കാണുന്നില്ല.